Good morning students. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ മെഷറിംഗ് കറണ്ട് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ മെഷറിംഗ് വോൾട്ടേജ്. ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ മെഷറിംഗ് കറണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം അമ്മീറ്ററാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഗാലനോമീറ്റർ എന്താണ്? ഗാലനോമീറ്റർ എന്ന് പറയുമ്പോൾ വളരെ സ്മോൾ ആയിട്ടുള്ള കറണ്ട് പോലും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഗാലനോമീറ്റർ. പക്ഷേ നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത് ഇൻസ്ട്രുമെൻറ്റ് അമ്മീറ്ററാണ്. അപ്പം നമുക്കൊരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ബൈ കണക്റ്റിംഗ് ലോ റെസിസ്റ്റൻസ്. ലോ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാൽവനോമീറ്ററിന് പാരലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററാക്കി മാറ്റാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ലെറ്റ് ഐ ജി ബി ദി മാക്സിമം കറണ്ട് ത്രൂ ദി ഗാൽവനോമീറ്റർ പ്രൊഡ്യൂസിങ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ ഡയഗ്രം നിങ്ങൾക്ക് കണ്ടാൽ അറിയും. ഇതാണ് ജി എന്ന് കൊടുത്തിരിക്കുന്ന ഗാൽവനോമീറ്ററാണ്. ക്യാപിറ്റൽ ജി ആണ് നമ്മൾ സാധാരണ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ എസ് എന്ന് കൊടുത്തിരിക്കുന്നത് ഒരു സ്മോൾ റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഉണ്ട് അല്ലേ. ആൻഡ് ദിസ് ഐ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്ന ഫുൾ കറണ്ടിൽ ഐ ജി എന്ന് പറയുന്ന ഒരു സ്മോൾ പാർട്ട് ഗാൽവനോമീറ്ററിൽ കൂടി പാസ് ചെയ്യുന്നു. ബാക്കിയുള്ള കറണ്ട് എത്രയാണ്? ഐ മൈനസ് ഐ ജി. ആൻഡ് ദാറ്റ് ഐ മൈനസ് ഐ ജി കറണ്ട് ഈസ് പാസിങ് ത്രൂ ദി ഷണ്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഐ ജി എന്ന് പറയുന്ന ഈ ഒരു കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം കറണ്ട് ത്രൂ the galvanometer producing full scale deflection, and G be the resistance. To measure a current of I ampere, a shunt resistance S is connected in parallel with the galvanometer. കണ്ടറിയാലോ, ഇത് ഗാൽവനോമീറ്റർ ആണ്. ഇതിന് പാരലായിട്ടാണ് ഇവിടെ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ടിടത്തും സെയിം ആയിരിക്കും. ഡിഫറെൻറ്റ് കറണ്ടാണ്, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും ഇൻ കേസ് ഓഫ് പാരലൽ കണക്ഷൻ. അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ജി ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണല്ലേ. സോ ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ട് എന്താണ്? ഐ ജി ഇൻറ്റു റെസിസ്റ്റൻസ് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ജി കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഐ ജി ഇൻറ്റു ജി എഴുതിയിരിക്കുന്നത്. ഇനി ബാക്കി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എസ് എന്ന് പറഞ്ഞാൽ കറണ്ട് പാസിങ് ത്രൂ എസ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി ഷണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ്. ഇവിടെ എസ് കൊടുത്തിരിക്കുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദി ദാറ്റ് പർട്ടിക്കുലർ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ക്യാപിറ്റൽ ആറിന് മാത്രമല്ല അതും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ എസ് എന്നും ക്യാപിറ്റൽ ജി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഷണ്ട് റെസിസ്റ്റൻസ്, അതായത് എത്ര ലോ റെസിസ്റ്റൻസ് നമ്മളവിടെ കണക്ട് ചെയ്യണം എന്നതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഷണ്ട് റെസിസ്റ്റൻസ് എസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. അപ്പം നമുക്ക് ഐയും ഐ ജിയും അതുപോലെ തന്നെ ജിയും ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസ് എത്രയാണെന്ന് ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ ചെയ്യുന്നത് ഇപ്പം എന്താണ്, ഒരു മാഗ്നറ്റിൻ്റെ ഇടയിൽ, പോൾസിൻ്റെ ഇടയിൽ ഒരു കോയിൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കോയിലിൽ ഒരു നീഡിലും കൂടി ഫിക്സ് ചെയ്യും. അപ്പോൾ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ ആണെങ്കിൽ കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഇതെന്താണ്, നീഡിൽ നന്നായിട്ടങ്ങ് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്രമാത്രം എത്ര കറണ്ടാണോ പാസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഡിഫ്ലക്ഷൻ എന്നും പറയുന്നത്. ഇനി അടുത്തത് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് വോൾട്ട്മീറ്റർ യൂസ് ചെയ്തിട്ടാണ്. സോ വോൾട്ട്മീറ്റർ ഇസ് എ ഡിവൈസ് യൂസ് ടു മെഷർ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി 2 പോയിൻറ്റ്സ് ഇൻ എ സർക്യൂട്ട്. ഇനി ഗാൽവനോമീറ്ററിനെ തന്നെ നമുക്ക് വോൾട്ട്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വോൾട്ട്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് ആണ് നമ്മളിവിടെ കണക്ട് ചെയ്യേണ്ടത്. മാത്രമല്ല ആ ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യേണ്ടത് സീരീസ് ആയിട്ടായിരിക്കണം. ഓക്കെ, ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആക്കാനായിട്ട് ഹൈ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുക, ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാനായിട്ട് ലോ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ലെറ്റ് വി ബി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ബി മെഷേർഡ് ബൈ ദി ഗാൽവനോമീറ്റർ. ഇവിടെ കൊടുത്തിട്ടുണ്ട് വി ബി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷേർഡ് ബൈ ദി ഗാൽവനോമീറ്റർ. ഫോർ ദിസ് resistance R is connected in series with the galvanometer, and this R is very high resistance. Ig be the current
flows through the galvanometer producing full scale deflection and G be the resistance of the galvanometer. അപ്പോൾ ഓംസ് ലോ അനുസരിച്ച് നമുക്കറിയാലോ, ഓംസ് ലോ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അല്ലേ, വോൾട്ടേജ് V is equal to I into R ആണ്, I into resistance. സോ ടോട്ടൽ കറണ്ട്, അതായത് കറണ്ട് IG ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് ഗാൽവനോമീറ്റർ ഇൻറ്റു IG ഇൻറ്റു R. എന്താണ് ഇവിടെ സീരീസ് കണക്ഷൻ വരുമ്പോൾ കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ ആറിൽ കൂടി പാസ് ചെയ്യുന്നതും ജിയിൽ കൂടി പാസ് ചെയ്യുന്നതായിട്ടുള്ള കറണ്ട് IG എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. IG കോമൺ ആയിട്ട് അവിടെ എടുത്തിരിക്കുന്നത്. സോ IG ഇൻറ്റു G പ്ലസ് R, അതിൽ നിന്ന് R, ആ ഹൈ റെസിസ്റ്റൻസ് എത്രയെന്ന് കാണാനായിട്ട് R ഈസ് ഈക്വൽ ടു V ബൈ IG മൈനസ് G. സോ നമുക്ക് വിയും ജിയും, വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, അതുപോലെ തന്നെ IG കറണ്ട് പാസിങ് ത്രൂ ദി ഗാൽവനോമീറ്റർ, ആൻഡ് ജി ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഗാൽവനോമീറ്റർ. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് ആ ഹൈ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് യൂണിറ്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വോൾട്ട്, യൂണിറ്റ് ഓഫ് ദി കറണ്ട് ഈസ് ആംപിയർ.